അഹമ്മദ് നഗറിലെ ശ്രീ ഉമേഷ് പ്രഭാകർ തുബെ റീനൽ പറേൻകൈമൾ ഡിസീസ് എന്ന കിഡ്നി പ്രശ്നം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. കാലുകളിൽ വീക്കം വരുക, വയർ നിറഞ്ഞതുപോലെ തോന്നുക, മൂത്രം കുറയുക, കുറച്ച് നടന്നാലും ശ്വാസതടസ്സം അനുഭവപ്പെടുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതവും ബാധിക്കപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി അദ്ദേഹം പല സ്ഥലങ്ങളിലും ചികിത്സ തേടിയെങ്കിലും പ്രതീക്ഷിച്ച തോതിലുള്ള പുരോഗതി ലഭിച്ചില്ല. ഉമേഷ് പ്രഭാകർ തുപെ, അഹമ്മദ് നഗർ. എൻ്റെ കാലുകളിൽ വീക്കം വരാറുണ്ടായിരുന്നു. എനിക്ക് ലിവർ പ്രശ്നവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 23 ഡിസംബർ 2025 സോനോഗ്രാഫി റിപ്പോർട്ട് പ്രകാരം ലിവറിൻ്റെ വലിപ്പം 16.5 സെൻറ്റിമീറ്ററും സ്പ്ലീനിൻ്റെ വലിപ്പം 13 സെൻറ്റിമീറ്റർ വരെയും വർദ്ധിച്ചിരുന്നു. വലതും ഇടതും 2 കിഡ്നീസും അല്പം വലുതായി കാണപ്പെട്ടു. വയറിലെ പരാക്കോളിക് ഗട്ടറിൽ ചെറിയ അളവിൽ ദ്രാവകം കാണപ്പെട്ടു. 2 വശങ്ങളിലും മിതമായി പ്ലൂറൽ എഫ്യൂഷൻ കണ്ടെത്തിയിരുന്നു. അതിൽ വലതുവശത്താണ് കൂടുതൽ ഉണ്ടായിരുന്നത്. മുമ്പ് സ്വീകരിച്ച ചികിത്സയിലൂടെ അദ്ദേഹത്തിന് കുറച്ചൊന്നു ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിലും പ്രശ്നം പൂർണ്ണമായി നിയന്ത്രണത്തിലായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മോഡേൺ ഹോമിയോപ്പതിയെക്കുറിച്ച് വിവരം ലഭിക്കുകയും തുടർന്ന് ഇവിടെ ചികിത്സ ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ചികിത്സയ്ക്ക് മുമ്പ് നടക്കുമ്പോൾ എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുമായിരുന്നു. 100 മീറ്റർ പോലും നടക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. മോഡേൺ ഹോമിയോപ്പതിയിൽ ചികിത്സ ആരംഭിച്ചതിന് ശേഷം വെറും 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ പുരോഗതി കാണാൻ തുടങ്ങി. 13 ജനുവരി 2026 സോനോഗ്രാഫി റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ലിവർ, സ്പ്ലീൻ, പാൻക്രിയാസ് എന്നിവയുടെ വലിപ്പവും ഘടനയും ഇപ്പോൾ സാധാരണ നിലയിലാണ്. 2 കിഡ്നീസുമുള്ള കോർട്ടിക്കൽ തിക്നെസ് ഇപ്പോൾ സാധാരണ നിലയിലായി. ഇന്ന് അദ്ദേഹം മുമ്പത്തേക്കാൾ കൂടുതൽ സജീവമായ ജീവിതം നയിക്കുകയാണ്. കൈ, കാൽ, വയർ എന്നിവയിലെ വീക്കം കുറഞ്ഞു, ശ്വാസതടസ്സം കുറഞ്ഞു. മൂത്രവിസർജനം ഇപ്പോൾ സാധാരണ നിലയിലാണ്. കൂടാതെ പുതിയ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇപ്പോൾ എനിക്ക് എളുപ്പത്തിൽ 1 മുതൽ 2 കിലോമീറ്റർ വരെ നടക്കാൻ കഴിയും. ഇപ്പോൾ ശ്വാസതടസ്സവുമില്ല, മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ഇപ്പോൾ എനിക്ക് മോഡേൺ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഏകദേശം 80% വരെ ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. ശ്രീ തുബെ പോലെ തന്നെ നിരവധി റീനൽ പാരൻകൈമൾ ഡിസീസ് രോഗികൾ മോഡേൺ ഹോമിയോപ്പതിയിൽ ചികിത്സ നേടി പുരോഗതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുമ്പ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന നിരവധി രോഗികൾക്കും മോഡേൺ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഫലപ്രദമായ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്കു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യമില്ല.